അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാതുഹു. പ്രിയമുള്ള മുഅ്മിൻ മുഅ്മിനാത്തുകളെ, റസൂലുള്ളാഹി റളിയല്ലാഹു അൻഹു വഫാത്തായ രാത്രിയാണല്ലോ റബീഉൽ ആഖിർ 11. റസൂലുള്ളാഹി റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തുകൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. നമുക്കറിയാം, ഒരു കുട്ടിയെ ഉമ്മ കൊണ്ടുപോയി റസൂലുള്ളാഹി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഇൽമു പഠിക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നു. കുറച്ചു നാൾ കഴിഞ്ഞതിന് ശേഷം ഉമ്മ കുട്ടിയെ അന്വേഷിച്ചുകൊണ്ട് ഉസ്താദിന്റെ അടുത്തേക്ക് പോയപ്പോൾ റസൂലുള്ളാഹി റളിയല്ലാഹു അൻഹു നല്ല കോഴിയും പത്തിരിയും തിന്ന് ഇരിക്കുകയാണ്. കുട്ടിക്കാണെങ്കിൽ ആ കോഴിയുടെ എല്ല് മാത്രം കൊടുക്കുകയാണ്. ഉസ്താദിനോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? എൻ്റെ കുട്ടിക്ക് ആ കൊട്ട് അഥവാ എല്ല് മാത്രം കൊടുക്കുകയാണ്, നിങ്ങൾ നല്ല ഇറച്ചിയും പത്തിരിയും തിന്ന് ഇരിക്കുകയാണല്ലോ. ഉമ്മ പറഞ്ഞപ്പോൾ ഉമ്മയോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഇറച്ചിയും പത്തിരിയും വേണം. അങ്ങനെ റസൂലുള്ളാഹി റളിയല്ലാഹു അൻഹു ഭക്ഷിച്ച എല്ലുകളെല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ആ കോഴിയുടെ എല്ലിനോട് പറഞ്ഞു, കുംബി ഇതിനില്ല, കോഴിയെ നീ പറന്നോളൂ. ആ സമയത്ത് ഭക്ഷിച്ചതായ എല്ലുകൾ നല്ല കോഴിയായി പറക്കുന്നു. അതല്ലേ മുഹിദ്ദീൻ മാലയിൽ പറഞ്ഞത്, കോഴിയുടെ മുള്ളോട് കൂകന്ന് ചൊന്നാരെ കുശാതെ കുക്കി പാർപ്പിച്ചു വിട്ടോവർ. റസൂലുള്ളാഹി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ മുമ്പീതിനില്ല, അള്ളാഹിന്റെ സമ്മതത്തോടു കൂടി പറന്നോ എന്ന് പറഞ്ഞപ്പോൾ ആ കോഴി അവിടുന്ന് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അശ്ശൈഖ് വലിയുള്ളാഹ് എന്ന് മഹാനവറുകളെ അവിടുന്ന് കോഴി പറയുന്നു. അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്, മഹാനായ ഷെയ്ഖ് അഥവാ റസൂലുള്ളാഹി റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ വലിയാണെന്ന് കോഴി അവിടുന്ന് പറയുണ്ടായി. അപ്പോൾ ഇവിടെയുള്ള കോഴികൾക്കറിയാം റസൂലുള്ളാഹി റളിയല്ലാഹു അൻഹു അക്താബുകളിൽപ്പെട്ട മഹാനാണ് എന്ന് കോഴികൾക്ക് പോലും അറിയാം. അത്രയും വലിയ കറാമത്തിന്റെ ഉടമയാണ് റസൂലുള്ളാഹി. മഹാനവരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മെ നന്നാക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.